നമ്മുടെ കേരള പോലീസിന് വീര്യമില്ലെന്ന് ആര് പറഞ്ഞു? കേരള പോലീസിന് കഴിവില്ലെന്ന് ആര് പറയുന്നു? കേരള പോലീസ് നല്ല മിടുക്കന്മാരും അതുപോലെ വളരെ ശുഷ്കാന്തിയോട് പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ കേരള പോലീസിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇപ്പം നമ്മൾ കണ്ടത് ശ്രീ ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ്. പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യൻ അറിയാതെ നേരെ വയനാട്ടിലേക്ക് വെച്ച് പിടിക്കുന്നു. അവിടെ പോയി ബോബി ചെമ്മണ്ണൂർ ഇറങ്ങി വന്ന കാറ് വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തുന്നു. അതിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ചിറക്കി നേരെ ജീപ്പിൽ കയറ്റി ഇവിടെ നമ്മുടെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു, സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു, എറണാകുളത്ത്. ഇത് ബാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടായി. അതായത് ലൈംഗികാരോപണമാണ്, ലൈംഗികമായിട്ട് ആക്ഷേപിക്കുന്നതാണ് സ്ത്രീകളെ. അങ്ങനെ ബോബി ചെമ്മണ്ണൂർ എന്താ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ വീഡിയോയോ ഇതൊന്നും ഞാൻ കാണാറില്ല, ഞാൻ ഒരിക്കലും അത് കാണാറുമില്ല, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ലൈംഗികമായിട്ട് ആ നടിയെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ, ആ സഹോദരിക്ക് അതുമൂലം മാനഹാനി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് സമാനം പറയണം. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഞാനത് ബാക്കി അതിലേക്ക് പോകുന്നില്ല, എനിക്ക് താല്പര്യമുള്ളൊരു സബ്ജക്റ്റ് അല്ലത്. പക്ഷേ ഞാൻ കേരള പോലീസിൻ്റെ ശുഷ്കാന്തി ഞാൻ കണ്ടു. അതേപോലെ തന്നെ നമ്മൾ ഈ സൈബർ അറ്റാക്ക് നടത്തുന്ന ഒരുപാട് പേർക്കെതിരെ ആ നടി അതുപോലെ പരാതി കൊടുത്തിട്ടുണ്ട്. കുറേ എണ്ണത്തിന് പിടിച്ചോണ്ടിരിക്കുക. കാരണം ഇത് ഏതവനും മുഖമില്ലാത്തവന് ഉണ്ടല്ലോ, അവൻ്റെ മുഖം കാണുന്നില്ല, അവൻ എന്ത് തോന്നിവാസം ആരെയും വിളിച്ചു ആരെയും തന്തയ്ക്ക് പറയാം. ഒരു കാര്യമുണ്ട്, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെയും തന്തയ്ക്ക് പറയാം, ആരുടെയും പെങ്ങന്മാരെ ആക്ഷേപിക്കാം, ഭാര്യമാരെ ആക്ഷേപിക്കാം, അമ്മമാരെ ആക്ഷേപിക്കാം. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടുള്ള കുറേ ഞരമ്പ് രോഗികൾ ഇതിലുണ്ട് കേട്ടോ, ധാരാളമുണ്ട്, ഒത്തിരി പേരുണ്ട്. ഇപ്പം ഈ അടുത്ത കാലത്ത് എന്തോ ചെയ്തെന്നോ ആവട്ടെ, ഇപ്പോൾ പ്രതിഭ MLA, പ്രതിഭയെ തന്നെ ഒരുപാട് ആക്ഷേപിക്കുകയും വളരെ മോശമായിട്ടുള്ള കമൻസും ഒക്കെയാണ് വരുന്നത്. പ്രതിഭ മുന്നിട്ടിറങ്ങുന്നില്ല. പക്ഷേ ഈ നടി ഇത് വന്നപ്പോൾ അവർ മുന്നിട്ടിറങ്ങി. അത് ഒരു ഐ ഓപ്പണറാണ് ഇത്. കാരണം ഇതിപ്പോൾ ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്തോ ഇതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, അയാളുടെ കമൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് വേറെ ഒരുപാട് ആളുകൾ ആ സ്ത്രീയെ ഒരുപാട് വിധത്തിൽ അപമാനിക്കുന്നുണ്ട്. ഒരു സ്ത്രീത്വം ആക്ഷേപിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ സ്ത്രീകളെ ഇങ്ങനെ പറയുന്നുണ്ട്, വളരെ മോശമായിട്ട്, അത്ര വൾഗറായിട്ട് പറയുന്നുണ്ട്. പലരും അതിന് പ്രതികരിക്കാറില്ല. അത് യവന്മാർക്കൊരു വളമാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ തന്നെ കേട്ടിട്ട് എന്നെ ആക്ഷേപിക്കുന്നതും എന്നെ തെറി പറയുന്നതുമായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട്. നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഈ കമൻ്റൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കുന്നതല്ലാതെ ഞാൻ ഒരിക്കലും എടുത്ത് വായിക്കാറില്ല. കാര്യം എന്താ പറയുക, പലപ്പോഴും എന്താണെന്നറിയാം, നമുക്കത് കേൾക്കുമ്പോൾ ഒരാൾ നമ്മളെ ആക്ഷേപിക്കുമ്പോൾ എങ്ങനെയായാലും ഒരു മനപ്രയാസമൊക്കെ നമുക്കുണ്ടാവും. എത്രയൊക്കെ നമ്മൾ വലിയ രീതിയിൽ നമുക്കത് ബാധിക്കുകയല്ലെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിലൊരു വല്ലായ്മ ഉണ്ടാവും. എന്തിനാ ഇങ്ങനെ നമ്മൾ ഒരു നാണം കെടാൻ പോകുന്നതെന്നൊരു തോന്നൽ വരും നമുക്ക്. പക്ഷെ അതൊന്നും കാര്യമല്ല. കാരണം ജനങ്ങളെ ശ്രദ്ധയിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവരണം. ആ കൊണ്ടുവരേണ്ടത് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ സൈബർ അറ്റാക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിഭ MLA, അവരുടെ മകൻ എന്തോ ഒരു പ്രശ്നം, ഏത് കേസും കണ്ടുണ്ടായി. അത് അവരുടെ ഒരു മകൻ്റെ കാര്യമല്ലേ, അവരൊന്ന് പറഞ്ഞു. അതിന് അവരെ എടുത്തിട്ട് അലക്കി നാശമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയ വൈരാഗ്യവും വിരോധവും ഒക്കെ ഉണ്ട് അതിനകത്ത്, അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ PP ദിവ്യ, ഇപ്പോൾ ഈ നേരത്തെ കേരള പോലീസ് ഇപ്പോൾ പോയി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ സ്പീഡുണ്ടല്ലോ, ആ സ്പീഡൊന്നും നമ്മൾ ഈ PP ദിവ്യയുടെ കാര്യത്തിൽ കണ്ടില്ലല്ലോ. ഏതായാലും അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ പോലീസിനും പിക്ക് ആൻഡ് ചൂസ് ഉണ്ട്. ആരെയൊക്കെ എങ്ങനെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് നന്നായിട്ട് അറിയാം പോലീസിന്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിപ്പോൾ ഈ നമ്മൾ ഓരോ കാര്യത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇനി അതുപോലെ തന്നെ ഈ PP ദിവ്യയൊക്കെ തന്നെ ഒരുപാട് ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിൽ ഒരിക്കലും ശരിയല്ല. അവരെന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരതിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് അതിന് വിചാരണ ചെയ്യപ്പെടണം. എപ്പാർട്ട് ഫ്രം ദാറ്റ്, അല്ലാതെ അവരെ വ്യക്തിപരമായിട്ട് അവരെ ആക്ഷേപിക്കുകയോ ലൈംഗികമായിട്ട് അവരെ ആക്ഷേപം പറയുകയോ ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അധിക്ഷേപിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ് ചിലർക്കൊരു വിനോദമാണ് ഇതൊക്കെ. കാരണം ഇത്രയും അനാവശ്യം അങ്ങ് പറയാം. വളരെ മോശമായിട്ട് വൾഗറായിട്ടുള്ള കമൻസ് ഒരുപാട് പറയുന്നുണ്ട്. ഒരുപാട് പേര് വിളിച്ചെൻ്റെ അടുത്ത് പരാതിയും പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞ് ഇതിന് എന്ത് ചെയ്യാൻ നോക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പുറയിൽ ഇറങ്ങി പാവെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ വീണ്ടും കൂടുതൽ അവന്മാർ ഇതേപോലെ ഞരമ്പ് രോഗികൾ ഒരുപാടുണ്ട്, ധൈര്യമായിട്ട് ഇറങ്ങി പോകണം. അങ്ങനെ എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് ഈ ഹണി റോസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേകത തോന്നിയത്, ആ പെൺകുട്ടി പറഞ്ഞു
എൻ്റെ പേര് മറച്ചു വെക്കേണ്ട കാര്യമില്ല, എൻ്റെ പേര് വെളിവാക്കണം. മാധ്യമങ്ങൾ എൻ്റെ പേര് മറച്ചു വെക്കേണ്ട കാര്യമില്ല, എൻ്റെ പേര് വെളിവാക്കിക്കോളൂ. ഞാൻ തരുന്ന പരാതിയാണ്. കാരണം എനിക്ക് ഇത് ബാക്കിയുള്ള ആളുകൾക്കും കൂടെ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണെന്നാണ് ആ ലേഡി പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ഒരു നല്ല കാഴ്ചപ്പാടാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് അവർ ധൈര്യമായിട്ട് അങ്ങ് ഇറങ്ങി. അതുപോലെയുള്ള ഇങ്ങനെയുള്ളവന്മാർ ഈ ഒളിച്ചിരുന്നു വേണ്ടി ചീത്ത പറയുന്നുണ്ടല്ലോ, മുഖത്ത് നോക്കി പറയാൻ പഠിക്കണം. മുഖത്ത് നോക്കി പറയാൻ അറിയാമെങ്കിൽ മുഖത്ത് നോക്കിയാൽ പറഞ്ഞാൽ അടിയുള്ളൂ, അതാണ് പ്രശ്നം. ആ അറിയാൻ വയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒളിച്ചിരുന്നുകൊണ്ട് ഇങ്ങനെ ചീത്ത പറയരുത്, തെറി പറയരുത്. അത് തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കണം സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്യുന്ന മാന്യന്മാർ, അവരോടാണ് എനിക്കൊരു അപേക്ഷ ഉള്ളത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാരെ കുറിച്ചോ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാരെ കുറിച്ചോ ഒക്കെ ഇതുപോലെ ആരെങ്കിലും പറയാനിടയായാൽ നിങ്ങൾക്ക് എന്ത് സങ്കടം വരും, വിഷമം വരും, അവർക്കെന്ത് വിഷമം വരും, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെയാണ് ഏത് സ്ത്രീയുടെയും മനസ്സ്, അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ ബന്ധുക്കളുടെ മനസ്സ് അതുപോലെയാണ്. അത് നിങ്ങളൊന്ന് തിരിച്ചറിയുക. ഇങ്ങനെ ആരെയും ആക്ഷേപിക്കരുത്, ആരെയും. ഇത് എത്ര പേരാണെന്നറിയോ ഈ ആക്ഷേപം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്ത ആളുകളുണ്ട്, ഒരുപാട് പേര്. കാരണം അവരിതൊന്ന് പറയാം, അവർക്ക് ഒരിക്കലും ക്ലാരിഫൈ ചെയ്യാൻ ഒക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അവർ എന്ത് വാ തുറന്നാലേ അവർ തെറിയാണ്, ആ രീതിയിലാണ്. അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതുകൊണ്ട് എന്താ ലാഭം കിട്ടുന്ന സുഹൃത്തുക്കളെ? നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ചിന്തിക്കുക.